സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വി സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ മൂത്ത നേതാക്കന്മാരും ഇളയ നേതാക്കന്മാരും എല്ലാവരും മെഴുകിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? അതായത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം ബസ്സിൽ KSRTC ബസ്സിൽ ഫ്രീ യാത്ര, സൗജന്യ യാത്ര. പിന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ വെച്ചിട്ട് അവർക്കൊരു ധനസഹായം. ബിസിനസ് സംരംഭം തുടങ്ങാനായിട്ട് പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ട് പോകുന്ന ആളുകൾക്ക് അവർക്ക് അതിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സർക്കാരായിട്ടായിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നതെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ കണ്ട വിചിത്രമായിട്ടുള്ള പോസ്റ്റുകളും വിചിത്രമായിട്ടുള്ള ഇവരുടെ അഭിപ്രായങ്ങളും ഇവരുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഡബിൾ ഫാദർ സിൻഡ്രോം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പേര് കൊടുത്തുകൊണ്ട് പറയാം. മലയാളത്തിൽ ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാലോ എന്താ സംഭവം അറിയാലോ. അപ്പം അങ്ങനെ സതീശൻ അടക്കമുള്ള ആളുകളെല്ലാം പറഞ്ഞിരുന്നത് ഈ പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നായിരുന്നു എന്നാണ് പ്രചാരണ വേളയിൽ, അല്ലേ? പിന്നീട് പ്രചാരണമൊക്കെ കഴിഞ്ഞു, ഇലക്ഷന്റെ വിധി അറിഞ്ഞു, ജനവിധി എന്താണെന്ന് അറിഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാനില്ലാതെ, മുഖ്യമന്ത്രിയെ കണ്ടുകിട്ടാനില്ലാതെ 10 ദിവസങ്ങളോളം എടുത്തു ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനായിട്ട്. അങ്ങനെ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു. അപ്പോൾ സതീശൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രി. നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. നല്ല മാറ്റങ്ങൾ ഒരുപാട് ഇനി ഉണ്ടാവാൻ പോവുകയാണെന്നൊരു കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ കുറച്ച് വീഡിയോസ് ഈ സൈഡിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ നടപ്പിലാക്കിയിട്ടുള്ള കുറച്ച് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ശരിക്കും നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്. നന്ദികെട്ട നെറികെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പിണറായി വിരുദ്ധത കൊണ്ടാണ് പിണറായി വിജയനെ ഞങ്ങൾ തോൽപ്പിച്ചതെന്നൊക്കെ പറയുന്ന ആളുകൾ എന്ത് പിണറായി വിരുദ്ധതയാണ് നിങ്ങൾ മുന്നിൽ കണ്ടതെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ചിരിച്ചു കാണിക്കുന്ന ഒരു നേതാവാണ് ഏറ്റവും നല്ല നേതാവെന്ന് വിശ്വസിക്കുന്ന, എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ രീതിയിൽ തോന്നുന്നത്. അപ്പോൾ എന്തായിരുന്നു പിണറായി വിജയനെന്നും പിണറായി വിജയന്റെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ചില പോസ്റ്റുകളിലൊക്കെ കാണാനിടയുണ്ടായി. ഞാൻ അതിൽ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവർ എടുത്തു പറയുന്നുണ്ട്. നൗഫൽ കൊട്ടിയം എന്ന് പറയുന്നൊരു പേജിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നിരിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. സെൽഫി എടുക്കുക, എല്ലാവരുടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിണറായി എന്ന് പറയുന്ന ഭരണകർത്താവ് അല്ലെങ്കിൽ അദ്ദേഹം പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത് കേരളത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ജനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം കൊണ്ടുവന്ന ടിഫിൻ പദ്ധതിയിലൂടെ കൊണ്ടുവന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന മലബാർ ദേശീയപാത, ഒപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം പദ്ധതി, അങ്ങനെ നടക്കില്ല എന്ന് നമ്മൾ കണ്ട നമ്മൾ എഴുതി തള്ളിയ കുറെ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാ ഒരു നല്ല ഭരണകർത്താവ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിലങ്ങ് ചെയ്താൽ പോരാ. റിയൽ ആവുക എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സെൽഫി എടുക്കണം. അതിന് ഏറ്റവും ഉദാഹരണമാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ. എപ്പോ വേണമെങ്കിൽ നമുക്ക് സമീപിച്ചു, ഒരു ലേഡി ലെറ്റർ കൊടുത്തു, അത് ആ നിമിഷം തന്നെ കയറി കളിക്കണം. അവിടെ എന്താ കാര്യം? ചിരിച്ചോണ്ടിരുന്ന കാര്യമില്ലല്ലോ, ഇങ്ങനെ പരസ്യമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ച കാര്യമല്ലല്ലോ. ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താ വേണ്ടെന്നുള്ളത് പിണറായി ചെയ്യുന്നതാണ്. ഞാൻ റീല് ചെയ്തോണ്ടിരുന്ന ആളുകളൊക്കെ നമ്മളിപ്പോ സമീപകാലത്ത് കണ്ടല്ലോ എന്ത് സംഭവിച്ചു. തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെയാണെന്ന് തോന്നുന്നു. ഈ റീൽസും റിയലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകളാണ് പിണറായി വിജയനെ പറ്റി കുറ്റം പറയുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന, അല്ലെ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനം, അല്ലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ഇന്ന് ഈ കേരളം വീണ്ടും ഭരിച്ചേനെ. തുടർച്ചയായിട്ട് 3 തവണയും കേരളം ഭരിക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ആളുകളുടെ ഒരു പാർട്ടിയായി മാറിയതിനെ LDF. എന്നാൽ ചിരിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ പോയി മുഖം കാണിക്കേണ്ട, അല്ലെങ്കിൽ വെറുതെ ഉടായ്പ് കാണിച്ചുകൊണ്ട് നടക്കണ്ട എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിരിയെല്ലാം കുറച്ച് പ്രവർത്തികൾ കൂടുതലായിട്ട് കൂട്ടിയത്. വെറും വാക്കുകൾ പറയാറില്ല, ചെയ്യുന്നത് മാത്രമേ പറയൂ, പറയുന്നത് മാത്രമേ ചെയ്യൂ. ഇന്നിപ്പം സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി എല്ലാവരും പറയുന്നതും ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ എന്നാണ്. എനിക്കപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം, അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എവിടെയാണ് വയനാട്ടിൽ നിന്ന് പിരിച്ച ഫണ്ട്? വയനാട്ടിലെ ആളുകൾക്ക് വീട് വെച്ച് നൽകാനായിട്ട് UDF പിരിച്ചു എന്ന് പറയപ്പെടുന്ന ഫണ്ട്, ആപ്പ് നിർമ്മാണത്തിന് 5 കോടി രൂപ അല്ല 4 കോടി രൂപയും പോയി ബാക്കി 1 കോടി രൂപ സ്ഥലം മേടിക്കാൻ എടുത്തു എന്ന് പറയുന്നു. എല്ലാം എവിടെയാണ്? അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ എവിടെയാണ്? അത് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി രണ്ടാമത്തെ ലേറ്റസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കും. എന്നിട്ട് എവിടെയാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കി കൊടുത്തിരിക്കുന്നത്? പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്ന് മുതലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ കിട്ടേണ്ടത്. ഇന്ന് മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താണ് കാരണം? AK ആന്റണി എന്ന് പറയുന്ന മുതിർന്ന നേതാവ് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം. പുള്ളിക്കാരൻ പറയുകയാണ്, ഇപ്പോഴേ നിങ്ങൾ ആരും ഈ പറയുന്ന മോഹവാഗ്ദാനങ്ങളിലൊന്നും പോയി ചാടരുത്, അല്ലെ മോഹവാഗ്ദാനങ്ങളിൽ പ്രതീക്ഷിച്ചിരിക്കരുത്. ഈ കേരളത്തിന്റെ ഖജനാവിൽ, ഈ പൊതു ഖജനാവിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ടില്ല.
ഇതെല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് വേണ്ട ഇതൊക്കെ വാഗ്ദാനങ്ങൾ നൽകാൻ എൻ്റെ പൊന്ന് സാറന്മാരെ. അല്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങളൊക്കെ വെറും പൊള്ളയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലേ? ഇപ്പൊ കഴിവില്ല, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം ആ രീതിയിൽ പറയാതെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതിയാണ് കേരളത്തിന്റെ പൊതുഖജനാവിൽ ഫണ്ടില്ല എന്നുള്ളത്. വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പൊതുഖജനാവിൽ ഉണ്ടായിരുന്ന എത്ര രൂപയാണെന്ന് അറിയാമോ? 700 കോടിയാണ്. ഇന്ന് അതേ സ്ഥാനത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ ആ പൊതുഖജനാവിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? 4000 കോടി രൂപയാണ്. ഈ 4000 കോടി രൂപ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തോടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, അതായത് ഈ സ്ത്രീകൾക്ക് നിങ്ങൾ ഈ പറയുന്ന സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വരും വരാഴികളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു മോഹന വാഗ്ദാനം നിങ്ങൾ നൽകില്ലായിരുന്നു, മോഹ വാഗ്ദാനം നൽകില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് KSRTC ബസ്സുകൾ ഏറ്റവും കൂടുതലും ആശ്രയിക്കുന്നത് സ്ത്രീകൾ മാത്രമാണ്. പുരുഷന്മാരെന്ന് പറയുമ്പോൾ പ്രായം ചെന്ന കുറേ ആളുകൾ കാണും, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കുറേ ആളുകൾ കാണും, പാവപ്പെട്ട ആളുകൾ കാണും. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുരുഷന്മാർ എല്ലാ ആളുകളുടെയിലും അവരുടെ കയ്യിൽ ഒരു ബൈക്ക് കാണും, അല്ലെങ്കിൽ ഒരു കാറ് കാണും. എല്ലാവരും ആശ്രയിക്കുന്ന അവരുടെ സ്വന്തം വാഹനങ്ങളെയാണ്. എന്തെങ്കിലും അർജൻറ്റായിട്ട് ലോങ് ഡ്രൈവ് പോകണം, അല്ലെങ്കിൽ ലോങ് ട്രാവൽ ചെയ്യണമെങ്കിൽ മാത്രമേ ബസ്സിനെ ആശ്രയിക്കാറുള്ളൂ. അത് പ്രൈവറ്റ് ആയിക്കോട്ടെ, KSRTC ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു പദ്ധതി ഒരുക്കി കൊടുക്കുമ്പോൾ 100% എടുത്തു കഴിഞ്ഞാൽ 100-ൽ 75% ബസ്സിൽ കയറുന്നത് സ്ത്രീകളാണ്. പോയിട്ട് ബാക്കി 25% പുരുഷന്മാരാണ്. ആ ഒരു വരുമാനം കൊണ്ട് എങ്ങനെ ഒരു സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും? സർക്കാരിന് KSRTCയെ സഹായിക്കുകയും വേണം, KSRTCയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സർക്കാരിന് ഉപയോഗിക്കുകയും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? ഇതൊന്നും അറിയാതെ ഒരു വാഗ്ദാനം നൽകുന്ന എന്തിനാണ്? ജനങ്ങളെ പറ്റിക്കുന്നത് എന്തിനാണ്? ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് പെൻഷൻ 3000 രൂപയാക്കി ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് പറയുന്നു. ഇതും നടപ്പിലാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ KSRTC ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഈ 3000 രൂപ പെൻഷൻ എന്ന് പറയുന്ന കാര്യം കൊടുക്കും തോന്നുന്നുണ്ടോ? കൊടുക്കട്ടെ, പക്ഷെ അത് ഒരു ദിവസമോ അല്ല 6 മാസമോ 1 വർഷമോ അല്ല കൊടുക്കേണ്ടത്. 5 വർഷം ഇവർ ഭരിക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും 5 വർഷം ഭരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഇരിക്കുന്ന അത്രയും കാലം അവർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ എന്തിനാണ് ഈ താളം വിടാൻ നിൽക്കുന്നത്? ഇപ്പോൾ AK ആന്റണി പറഞ്ഞത് ഖജനാവിലൊന്നുമില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. ഇനി ഇവർ പറയാൻ പോകുന്ന വേറെ റീസൺ, പ്രൈവറ്റ് ബസ് ഉടമകളെല്ലാം കൂടി പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് KSRTCയിൽ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസിനെ ബാധിക്കും, ഞങ്ങളുടെ ഈ പറയുന്ന ഓട്ടം നിലയ്ക്കും, ഞങ്ങളുടെ ബസ് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, KSRTC ബസ്സുകളിൽ ഇങ്ങനെ സൗജന്യ യാത്ര കൊടുത്താൽ പ്രൈവറ്റ് ബസ്സുകളുടെ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെയൊക്കെ അവരുടെയൊക്കെ അവസ്ഥ എന്താവും? അപ്പോൾ അതൊക്കെ മനസ്സിലായതുകൊണ്ട് അവർക്കൂടെ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക്, സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, പ്രായമുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ, അല്ലെ ഈ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ യാത്ര സുഗമമാക്കും, അല്ലെങ്കിൽ അങ്ങനെ ഫ്രീ സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കും എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളല്ലേ നോക്കി, ഇത് തന്നെ എന്തായാലും വരും, നമുക്ക് അങ്ങനെ തന്നെ കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മഹിളാ മോർച്ച നേതാക്കന്മാരെല്ലാം, അല്ലെങ്കിൽ സ്ത്രീകൾ എല്ലാവരും കൂടി രംഗത്തേക്ക് വന്നിട്ട് വലിയ സ്ട്രൈക്കാണ്. ബസ്സിനുള്ളിൽ കയറി ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, ഇന്ന് മുതലാണ് ഞങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള സൗകര്യമുള്ളത്, ഞങ്ങളത് ഇന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സമരമൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ മന്ത്രി KN ബാലൻ റിപ്പോർട്ടർ TVയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഖജനാവിൽ 4000 കോടിയിലേറെ ബാലൻസ് ഉണ്ട്, ഭരണ തുടർച്ച പ്രതീക്ഷിച്ചാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഇത്രയും ഫണ്ട് ആ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കെ തന്നെ AK ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തതല്ലേ? അതായത് ജനങ്ങൾക്ക് വേണ്ടി, അല്ല ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കണം, അല്ലേ? ഇതൊരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. വെറും പൊള്ളയായ വാഗ്ദാനങ്ങളിൽ പോയി ചാടിയ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ മഹിളാ മോർച്ച നേതാക്കന്മാരുടെ ഒരു സമരം നമുക്കൊന്ന് കണ്ടു നോക്കാം. സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ നമുക്ക് നീങ്ങി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. അവർ പറഞ്ഞതാണ്, അവർ May 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പറയുമായിരുന്നു, ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. May 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞനുസാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ന് നീതി കിട്ടണം. നമ്മളെ കേട്ടാണ്ട് ഒരു ബസ്സിന് പോകണ്ട. പണിയുടെ അങ്ങേ അറ്റത്തെ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് UDFന്റെ വലിയ നേതാക്കന്മാരെല്ലാവരും. പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ വെറുതെ അങ്ങ് പറ്റിച്ച് വിടാം, പിന്നീട് എന്തെങ്കിലും ഒഴികഴിവുകൾ പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എല്ലാ ആളുകളും ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ് ഈ ഒരു തോന്നിവാസത്തിനെതിരെ.
ഇതിലിപ്പോൾ കുറേ ആളുകൾ വന്നിരുന്ന് കമൻ്റ് ഇടുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് കമ്മികളെ അല്ലെ എൻ്റെ പൊന്ന് സംഘികളെ, നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് ഇങ്ങനെ മെഴുകുന്നത്? നിങ്ങൾ ആദ്യം അയാളൊന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഇങ്ങനെ കമൻ്റ് ഇടുന്ന മക്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് കേരളത്തിലെ ജനങ്ങളുടെ കഴിവുകേട് കൊണ്ടാണോ ഇത്രയും സമയമെടുത്ത് ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാനായിട്ട്? അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ അബദ്ധമാണോ നിങ്ങൾ പറഞ്ഞ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചത്? ഈ 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു. 2 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം തരണം. നിങ്ങൾ പറയുന്നത് ആദ്യം അയാൾ മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് ഇരിക്കട്ടെ എന്നാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ കഴിവുകേടാണ്. ഇനി ആ മുഖ്യമന്ത്രി കസേരയിൽ അയാൾ ഇരുന്നാലേ നടപ്പിലാക്കുമെന്നുണ്ടെങ്കിൽ എന്ത് ഇത് മുൻപ് പറഞ്ഞില്ല? ഇലക്ഷന്റെ പ്രചാരണ വേളയിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നോംസ് വെച്ചില്ല? മുഖ്യമന്ത്രിയായിട്ട് കസേരയിൽ ഇരിക്കുന്ന സമയം മുതലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊതുഖജനാവിൽ ഫണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയമാണ്, ഇതൊന്നും എന്തേ അന്ന് പറഞ്ഞില്ല? ഇപ്പോൾ വന്നിട്ട് ഏതോ മുതിർന്ന നേതാക്കന്മാരെ, AK ആന്റണി പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഒരു മുൻകൂർ എന്ന പോലെ. ഞങ്ങളുടെ ഒന്നുമില്ല, ഇടതുപക്ഷ സർക്കാർ എല്ലാം തീർത്തിട്ടാണ് പോയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന നാണം കെട്ട വൃത്തികെട്ട അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം ഒന്നും പറയാനില്ല. എന്തായാലും നോക്കിയും കണ്ടുമൊക്കെ കുത്തിയതല്ലേ, എല്ലാവരും അനുഭവിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വീണ്ടും ഇത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. അത് അനുഭവിക്കാൻ ഇനിയും പോകുന്നതേ ഉള്ളൂ. എല്ലാ ആളുകളും അനുഭവിക്കും. ഈ നന്ദികേടിനും നെറുകേടിനും ഉള്ള മറുപടിയായിട്ട് തന്നെ ഈ പറയുന്ന ഒരു വിജയത്തിനെ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.